ആ തള്ളയുടെ അടുത്ത് എന്നെ ആക്കിയിട്ട് പോയി, ഇട്ടിട്ട് എന്നെ ആക്കിയിട്ട് പോയി. ആ തള്ള എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിനെല്ലാം കുറ്റവും പറഞ്ഞ് എനിക്കൊരു മനസ്സമാധാനവും തന്നിട്ടുമില്ല. എനിക്ക് ആഹാരം പോലും എനിക്ക് തരില്ല. അങ്ങനെയായി ഞാൻ ഒരുപാട് പ്രാവശ്യം മരിക്കാനൊക്കെ ഞാൻ എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും എന്നെ ചിരവയെടുത്ത് അടിക്കുകയും എൻ്റെ കാതിൽ കിടന്ന കമ്മലെല്ലാം പറിച്ച് റോട്ടിലെറിഞ്ഞ് കഴുത്തിൽ കിടന്ന മാലയെല്ലാം എറിഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. ഞാൻ പള്ളിയിലൊക്കെ ചെന്ന് മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ഞാൻ ചെയ്യും. അവിടെ വെച്ച് ഞാൻ ഒരിക്കൽ കിണറ്റി ചാടാൻ പോയി. ഞാൻ ഒരിക്കൽ മണ്ണെണ്ണ തലയിലൊഴിച്ച് എല്ലാം ഞാൻ ചെയ്ത്. എന്തും പറഞ്ഞാ വഴക്കുണ്ടാക്കുന്ന മെയിനായിട്ട് വഴക്കുണ്ടാക്കുന്നത് തിന്നാനും അങ്ങനെ ഒന്നും തരൂല്ല. ചുമ്മാ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്നേഹമായിട്ടിരിക്കുമ്പം സ്നേഹമായിട്ട് ഇതേലെ ഇരിക്കും, അലവിൽ വന്നടിക്കും. അപ്പം എങ്ങനെ കാലത്തെ അയച്ച് പോവും, രാത്രി ആകുമ്പോൾ വരും. കഞ്ഞി വയ്ക്കാനോ ഒന്നിനും എന്നെ കൊണ്ട് പറ്റൂല. 10-20 ഇല്ല, വാടാക്കിയാണ് മുറിയെടുത്ത്. പിന്നീട് ജോലിക്കൊക്കെ പോയിട്ട് വരും 10-20 ജോലിക്കാരൊക്കെ കാണും. ചിലപ്പോൾ അവർക്കൊക്കെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ അരി അരച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം. ബ്രാൻഡി കച്ചവടം തുടങ്ങി. അവിടെ നിന്ന് റോട്ടിൽ ആരെയില്ലെങ്കിലും ആട്ടക്കാരന്മാരെയിലൊക്കെ വാങ്ങിക്കാൻ കൊടുത്തയച്ചിട്ട് റോട്ടിൽ കൊണ്ട് ഞാൻ നെയ്തിട്ട് വരുമ്പോൾ റോട്ടിൽ അവന്മാർ കൊണ്ടിടും. ഇട്ടിട്ട് എൻ്റെ കൂടെ പറയും, നിൻ്റെ കെട്ടിയവൻ വാങ്ങിച്ച് പൈസ തന്ന് വാങ്ങിച്ച് നീ കൊണ്ടെടുത്തുകൊണ്ട് പോകാമെന്ന് പറയും. നാണക്കേട് കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ എടുക്കാതെ വരും. അത് അവന്മാർ റോട്ടിലിട്ടിട്ട് പോവും. അതിനെ വഴിയെ പോകുന്നവരൊക്കെ പറക്കി കൊണ്ടുപോകും. റോട്ടിൽ കൊണ്ടിട്ടിട്ട് പോവും. വഴിയെ പോകുന്നവർ പറക്കി കൊണ്ടുപോകും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ പിള്ളേർ പറഞ്ഞ്, അത് അമ്മ നിങ്ങൾ പോവും, അച്ഛൻ ഇവിടെ ഇരുന്ന് കുടിയും എല്ലാം തന്നെ, അതുകൊണ്ട് പിന്നെ അമ്മ ഒരിടം പോകണ്ട, അല്ലെങ്കിൽ നമ്മൾ വരണം എന്ന് പറയും. പിള്ളേരെ അടിക്കുകയും പിള്ളേരെ ഉപ്പ് കാലിൽ നിർത്തുകയും എല്ലാം ഒക്കെ ചെയ്യും. പിള്ളേർക്ക് മനസ്സമാനമില്ല. പിള്ളേരും കട്ടിൻ്റെ അടിയിലും അങ്ങും അടി കൊണ്ടൊക്കെ കിടക്കും. മുട്ട് കൊണ്ട് വെച്ച് പേപ്പറിൽ ഉപ്പ് വാരി വെച്ചിട്ട് മുട്ട് കുത്തി അതിൻ്റെ പുറത്തിരുത്തും, മുട്ട് കുത്തി നിർത്തിയിരിക്കും. അങ്ങനെയായി പിള്ളേരെ മുട്ടെല്ലാം പൊട്ടി പിള്ളേർക്ക് സഹിക്കാൻ പറ്റാതായി. ആയപ്പോഴേ പിള്ളേരും പറഞ്ഞ് നമ്മ പോയി നമ്മളെ ജീവിതം കഷ്ടം തന്നെ എന്ന് പറയും എൻ്റെ കൂടെ. എന്നിട്ട് പിന്നെ ഒരിക്കൽ എൻ്റെ കൂടെ പറഞ്ഞ് കടയിട്ട് കൊടുത്ത പെണ്ണുമായിട്ട് സ്നേഹമായി. ഒരു കട ഇട്ട് കൊടുത്ത വീട്ടിലുള്ള ഒരു പെണ്ണുമായിട്ട് സ്നേഹമായപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ്, അത് നീ ആ പെണ്ണിനെ വിളിച്ചോണ്ട് വാ, ആ പെണ്ണിനെ എനിക്കിഷ്ടം, നീ അവളെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ എനിക്ക് അറ്റാക്ക് വരും, നീ അത് നമ്മളെ വീട്ടിൽ കൊണ്ടുവരാൻ ജോക്കിയതയില്ലെന്ന് എനിക്കറിയാം, എന്നാലും നീ വിളിച്ചു നോക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് വിളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് ഞാൻ ഒരിടം പോകണില്ലെന്നൊക്കെ പറയും. അങ്ങനെ ഈ പാങ്കോട്ടോണത്ത് എൻ്റെ സ്ഥലം, എൻ്റെ ഏരിയയിൽ. അപ്പോഴേ അത് ഞാൻ പിന്നീട് പെണ്ണിൻ്റെ കൂടി മിണ്ടാതെയൊക്കെ ഇരുന്ന് 5-6 ദിവസം മിണ്ടാതെയൊക്കെ ഇരുന്ന് അപ്പോഴവൾ പറഞ്ഞ, ആ ചാച്ചി അങ്ങനെയൊന്നുമില്ല, അങ്ങേരാണ് എൻ്റെ കൂടെ വല്ലതും പറഞ്ഞുകൊണ്ട് വരണത്. ഞാൻ സാധനങ്ങൾ സാധനം വാങ്ങിച്ചാൽ പൈസ പിള്ളേർ വാങ്ങിക്കുമ്പോൾ പിള്ളേരെ എടുത്തിട്ട് അടിക്കും. പിന്നെ നീ എന്തിന് പൈസ വാങ്ങിക്കാൻ അങ്ങ് പെയ്യെന്ന് കാട്ടും കൊണ്ട് പിള്ളേരെ വഴക്കും പറയും, പിള്ളേരെ അടിക്കുകയും ചെയ്യും. അങ്ങനെ ഇരുന്ന് പിള്ളേരും പിന്നെ ഒന്നും കാക്കയില്ല, മിണ്ടയില്ല. അപ്പം ഞാൻ പറഞ്ഞു, വയ്യാത്ത മനുഷ്യല്ലേ, അങ്ങ് പോട്ട് പറയണത്, അങ്ങ് പോട്ട് നീ മിണ്ടായിരിയെന്ന് ഞാൻ പിള്ളേരെ വഴക്ക് പറയും. പിള്ളേരെ ഒന്നിന് ഞാൻ വിടുകയൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരുന്ന് അങ്ങനെ പിള്ളേരെ വളർത്തി അങ്ങനെ ഇതൊക്കെ ആയപ്പോഴേ പിന്നെ ആ കടയിൽ നിന്ന് അവർ പറഞ്ഞ്, അതിങ്ങനെ കച്ചവടമായതുകൊണ്ട് കട നിർത്തി കൊടുക്കണമെന്ന് പറഞ്ഞപ്പം വീട്ടിൽ പിന്നെ കുറച്ച് പേസ്മെൻറ്റ് കെട്ടിയിട്ടിരുന്നിടത്ത് 2 മുറി പോലെ കിട്ടാറുണ്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഒരു കട പോലെ വെച്ച് കെട്ടി, തറിയൊക്കെ അവിടെ തന്നെ ഒരു കട, മുറുക്കാൻ കട പോലെ തുടങ്ങി. ഈ മുറുക്കാൻ കട അവിടെ ഇട്ടിരുന്ന കട സാധനം എല്ലാം വാരി ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു മുറി ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാനൊരു തറിയും ഇട്ട് നെയ്യാൻ വീട്ടിൽ തന്നെ നെയ്യാൻ. പിള്ളേരെ സങ്കടം കണ്ട് ഞാൻ പിന്നീട് പുറത്തൊരിടം പോയില്ല നെയ്യാൻ, അവിടെ തന്നെ തറിയിട്ട് നെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ കട നടത്തും, ഞാൻ വീട്ടിൽ തറിയൊക്കെ ഇടും, തറിയിട്ട് നെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഈ കച്ചവടം തുടങ്ങി. ഭയങ്കര വീട്ടിൽ ഇതൊക്കെ ആയി കൊടുക്കുക, എന്നെ വിട്ടി എന്നെ ഇങ്ങനെ ചെയ്യിക്കുമല്ല. ഇങ്ങനെ വായിക്കാൻ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ എന്നെ വിട്ട് ചെയ്യിക്കും. ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നെ പിടിച്ചിട്ട് അടിക്കും, അലവിൽ അടിച്ച് തള്ളി കിടക്കും. ഇതൊക്കെയാണ് ജോലി. വായിക്കാൻ പോകുമ്പോൾ എന്നെ വിട്ട് ചെയ്യിക്കും. ഇതല്ല ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്നെ വന്നാടെ അടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും പിള്ളേരെ എടുത്തിട്ട് ഇടിക്കുകയും എല്ലാം ചെയ്യും. അപ്പോഴും അങ്ങനെ ഇരുന്ന് ഞാനും ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം ആയപ്പോൾ ഒരു ദിവസം
5-6 ദിവസം വന്ന് പോലീസുകാർ. എന്നിട്ട് ഒരു 6 മാസത്തോളം ചെയ്ത് കാണും. പിന്നെ ഇങ്ങേരിക്ക് കാല് വയ്യാത്തയല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒന്നും ഇല്ലാത്തയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാനും പിന്നെ സഹായിച്ചു കൊടുക്കുക എല്ലാമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു. പോലീസുകാർ വരുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞ് എൻ്റെ പിള്ളേരും കരഞ്ഞ് പ്രാർത്ഥിച്ച് കൊണ്ടൊക്കെ ഇരിക്കും. പിടിച്ചോണ്ട് പോവല്ലേ, വയ്യാത്ത മനുഷ്യയല്ലേ, മൂത്രം ഒഴിക്കാൻ പോലും വയ്യാത്തയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ് കരയും. അങ്ങനെയായിരുന്നു. ഒരു ദിവസം ആയപ്പം പിടിച്ചോണ്ട് പോയി. അത് ഓണത്തിന് 3 ദിവസം, ചിങ്ങ ഓണത്തിന് 3 ദിവസം കിടക്കുകയാണ് പിടിച്ചോണ്ട് പോയി. അത് പിടിച്ചോണ്ട് ഒരു ദിവസം പോയപ്പം ഞാൻ കാല് പിടിച്ച് കരഞ്ഞ്, മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്തതാണ്, കൊണ്ടുപോകല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേ കേൾക്കാതെ അവർ കൊണ്ടുപോയി. ഇവിടെ നിന്ന് ഞാനും പിന്നെ എല്ലാവരും നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടി വിളിച്ചോണ്ട് വരാം, അപ്പോഴും നിങ്ങൾ അങ്ങ് വന്നാൽ മതി, നിങ്ങളവിടെ വിട്ടയക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും ചെന്ന് വിളിച്ചോണ്ട് വന്ന് അങ്ങ് പോയി സ്റ്റേഷനിൽ പോയി. അപ്പം പറഞ്ഞ് അത് ആ SI വീട്ടിലാണുള്ളത്, എൻ്റെ കൂടെ SI വീട്ടിൽ പോകാൻ പറഞ്ഞു. വീട്ടിലല്ല, റൂമിൽ എൻ്റെ കൂടെ പോകാൻ പറഞ്ഞു. അപ്പോഴേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു, അത് റൂമിൽ നീ പോകണ്ട, പിന്നെ അത് അവന് കാല് വയ്യാത്തല്ലേ, അവനെ അടിക്കുകയൊന്നുമില്ല, പിന്നെ നീ ഇപ്പം പോയി അവനെ അങ്ങനെ വിളിച്ചോണ്ട് വരണ്ട, ഇനി വരണമെങ്കിൽ നമുക്ക് പറഞ്ഞ് വിളിച്ചോണ്ട് വരാം, നീ റൂമിലൊന്നും പോകണ്ടെന്ന് എൻ്റെ കൂടെ പറഞ്ഞ്. പിന്നെ ഞാൻ പോയില്ല. എന്നിട്ട് പറഞ്ഞ് 6 മണിക്ക് വരാൻ പറഞ്ഞപ്പോൾ 6 മണിക്ക് SI വന്നില്ല. ഒടുക്കാൻ നമ്മളോടെ വരാൻ പറഞ്ഞ സമയത്തിന് നമ്മൾ വന്നപ്പോൾ കോടതിയിൽ ഹാജരാക്കി. ഒടുക്കാൻ ചെന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പം പിന്നെ എൻ്റെ കൂടെ പറഞ്ഞ് വക്കീലിനെയും കൂട്ടി പോകണമെന്ന്. അപ്പം എൻ്റെ വീട്ടിലുള്ള 6 സെൻറ്റിൻ്റെ കരന്തീത്ത രസീത് 2 വർഷത്തേക്കേറ്റ് കരന്തീക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കരന്തീത്ത് പിന്നെ ഒന്നുകൂടെ വേണം. ഈ പോലീസ് കേസിലൊന്നും എൻ്റെ ആൾക്കാരും അവരൊന്നും വരെയൊന്നുമില്ല, വിളിച്ചാൽ വരെയില്ല. അവരൊക്കെ നല്ല ആൾക്കാരും അവർ വലിയ ആൾക്കാരായതുകൊണ്ട് അവരോട് ചെന്ന് പറഞ്ഞാലും അവർ വരില്ല. അതുകൊണ്ട് അവരുടെ ഒന്നും ഞാൻ ഒരു കാര്യത്തിനും, അല്ലെങ്കിൽ പണ്ടേ ഞാൻ ഒരു വീട്ടിലും അങ്ങനെ പോവില്ല, അവരുടെ ഒന്നും ചെന്ന് പറഞ്ഞില്ല. ഒടുക്കം നമ്മളെ വീട്ടിൻ്റെ താഴെയുള്ള ഈ 7-8 മാസം വയ്യാതെ ആശുപത്രി കിടന്നപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തൊട്ട് താഴെ ഇരുന്ന വസ്തു വാങ്ങിച്ച ഒരു 6 സെൻറ്റ് വാങ്ങിച്ച ഒരു വീടുണ്ട്. ആ വീട്ടിൽ നിന്നാണ് 6 സെൻറ്റ് വാങ്ങിച്ചത്. വാങ്ങിച്ച ആ വീട്ടിൽ 3 പിള്ളേരും അവിടെയാണ് ഇത് വയ്യാതെയൊക്കെ ആയപ്പോൾ നിന്നത്. അവർ നോക്കിയതും എല്ലാം അവർ തന്നെയാണ്, സ്വന്തം വീട് പോലെ അവർ നോക്കിയതാണ്. ആ വീട്ടിൽ ഞാൻ കേൾക്കാൻ പോയില്ല. ഞാൻ പണ്ട് മുതലേ ഞാൻ വന്നപ്പോഴേ പാലെല്ലാം നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. എന്നാലും ഞാൻ മിണ്ടുന്നില്ല. എന്തിനുണ്ടെങ്കിലും ഞാൻ ഉടനെ പാർശ്വീകരിക്കുമ്പോഴപ്പോഴും പോയപ്പോഴേ ഞാൻ വിളിച്ച് ഞാൻ പറയുമായിരുന്നു. അപ്പോഴും ഒടുക്കം പിള്ളേർ പറഞ്ഞു, മാമ അത് അച്ഛനെ പിടിച്ചോണ്ടുപോയി, അത് അച്ഛനെ ഇറക്കണം, അച്ഛൻ അടിച്ചു കൊന്നു കളയുമെന്നെല്ലാം പറഞ്ഞ് പിള്ളേർ എന്ന് കിടന്ന് കരഞ്ഞ് എടുത്ത് 10-12 വർഷം കരം തീക്കാതെ കിടന്ന് അത് ഒരു പഴയ കരം തീത്ത രസീതെടുത്ത് പിള്ളേരെ കൊടുത്തയച്ചിട്ട് പറഞ്ഞ് അത് ഇതിനെ കൊടുത്തിട്ട് പിന്നെ കരം തീത്തെടുത്തോ, 10 വർഷത്തേക്കായിട്ട് കരം തീക്കാണ്ട് കരം തീത്തിട്ട് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ കൊടുത്തു വിട്ട് എൻ്റെ മോളയിൽ കൊടുത്തപ്പോൾ ഞാൻ എന്തെയ്ത്, റോട്ടിലുള്ള ശ്രീമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് റോട്ടിൽ കുറച്ച് പിള്ളേരുണ്ട്. ആ പിള്ളേരും എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ കൂടി ഈ രസീത് വാങ്ങിച്ച് അവരെ പൈസയ്ക്ക് തന്നെ അവർ കരം തീത്ത് കൊണ്ടുവന്നു. നെയ്യാറ്റിൻകര വക്കീലിനെയും ഗോമസ്തനെയും എല്ലാം കണ്ട് അവിടെ നിന്നെല്ലാം എഴുതി വാങ്ങിച്ച് കൊണ്ട് പിന്നെ ജഡ്ജിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ ഓണത്തിൻ്റെ തലേദിവസമാണ്. തലേദിവസം 5:30 ആയപ്പം നമ്മളവിടെ പോയപ്പം കോടതി പോയപ്പോൾ അവിടെ ഇല്ല, അവർ ലീവാന്ന് പറഞ്ഞ്. പിന്നെ വീട് കേട്ട് വൈജു എന്ന് പറഞ്ഞ് അവന് കാറെല്ലാം ഉണ്ട്, അവൻ്റെ വണ്ടിയിൽ അവൻ കൊണ്ടുവന്ന് എല്ലാം എഴുതി വാങ്ങിച്ചു തന്നു. അവരെല്ലാവരും കൂടി വന്ന് എഴുതി വാങ്ങിച്ചു തന്നു. അപ്പോൾ എൻ്റെ കൂടെ അവിടെ വെച്ച് ജഡ്ജി ചോദിച്ചു, നിനക്കും കച്ചവടം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ നേരം കരഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ ഞാൻ തിരിച്ചു വന്നിട്ട് എഴുതിയെല്ലാം തന്ന്. അപ്പോഴും എൻ്റെ കൂടെ വന്നവർ പറഞ്ഞില്ല, അവളെ ഭർത്താവ് കാല് വയ്യാത്തത് കൊണ്ട് അങ്ങേര് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് 1-2 എടുത്ത് വെച്ച് വിറ്റതാണ് അത് എന്ന് പറഞ്ഞപ്പം പിന്നെ ഒന്നും മിണ്ടിയില്ല.
കൊടുക്കാൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ എല്ലാം എഴുതി തന്ന അന്ന് 6 മണി പോലെ ആയപ്പോൾ ശരിയായി. എല്ലാം ശരിയാക്കി ഇത് രാവിലെ കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അട്ടക്കുളങ്ങര ജയിലിലാണ് ഇട്ടിരുന്നത്. അപ്പം അവിടെ നിന്ന് വിളിച്ച് ഒരു കയ്യിൽ ഉടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത്. ഷർട്ടും മുണ്ടും ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഷർട്ടും മുണ്ടും എല്ലാം ഞാൻ കൊണ്ട് കൊടുത്ത് ഇതും കൊണ്ട് കൊടുത്ത് അവിടെ ചെന്ന് എൻ്റെ മോള് ഞാനും കൂടെ പോയി വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് വരുമ്പം കൂടെ സ്റ്റാൻലി എന്ന് പറഞ്ഞ ആളുണ്ടായി? ഇല്ല, ഞാനും എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. എൻ്റെ കൊച്ചിനാണെങ്കിൽ ഇപ്പോൾ അവിടെ കൊണ്ട് നിർത്തി തരാം. എൻ്റെ 3 മക്കളും വരും, ഞാൻ ഇപ്പം വിളിച്ചാലും വരും. അപ്പം അവൻ വന്നില്ല. ഞാനും എൻ്റെ മഞ്ജു എന്ന് പറഞ്ഞ 2ാമത്തെ മോളാണ്, അവളും ഞാനും കൂടെയാണ് പോയി വിളിച്ചോണ്ട് വന്നത്. വിളിച്ചോണ്ട് വന്ന് ഇട്ട് നെയ്യാറ്റിൻകര കൊണ്ട് ഇന്ന് അച്ഛൻ വന്നല്ല എന്നും പറഞ്ഞ് നെയ്യാറ്റിൻകര വന്ന് കുറച്ച് 100 രൂപയ്ക്ക് മലക്കറി വാങ്ങിച്ച് നമ്മൾ 3 പേരും കൂടെ ബസ്സിൽ വീട്ടിൽ വന്ന് ഞാൻ ഓണത്തിന് എല്ലാ ഐറ്റങ്ങളും കറിയെല്ലാം വെച്ച് അച്ചാറെല്ലാം ഇട്ട് കൂട്ടാനും എല്ലാം ഉണ്ടാക്കി പായസം എല്ലാം വെച്ച് അച്ഛൻ വന്നല്ല എന്ന് പറഞ്ഞ് വെച്ച് ഇതുപോലെ പായും എടുത്തിട്ട് ഇലയും ഇട്ട് നിരന്ന് എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. ഞാൻ മാത്രമേ ഇരുന്നില്ല, എൻ്റെ മക്കളും അവളെ അച്ഛനും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുക. പറയണേ ഒരു കാര്യമില്ലാതെ ഒരുത്തൻ കരന്തീത്ത രസീത് എന്തൊരു കണ്ട് നിനക്ക് തന്നെന്ന് ചോദിച്ച്. ഇത് കഴിച്ച് തീർന്നില്ല, കഴിച്ചുകൊണ്ടിരിക്കുക വന്നിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞപ്പം അത് തന്നത് സ്റ്റാൻഡിലെയാണ് രസീത് തന്നത്. രസീത് കരന്തീത്ത രസീത് ഇങ്ങനെ ഇറക്കാൻ തന്നത് സ്റ്റാൻഡിലെയാണ്. അപ്പം പിന്നെ അവിടെ തന്നെ ഈ കൊച്ചുങ്ങൾ 9 മാസത്തോളം നിന്നതും നോക്കിയതും അവർ തന്നെ. അപ്പോഴേ അങ്ങനെ ഇരുന്ന് എന്തൊരു ഇത് പിന്നെ ഇതുപോലെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ലാതെ ഒരാളിനെ ഇറക്കാൻ പിന്നെ മനസാക്ഷി അംഗീകരിക്കൂല. ഇപ്പോൾ ഒരാപത്ത് പറ്റി കിടന്ന് പിള്ളേർ പോയി കരഞ്ഞ് സഹായിക്കില്ലേ? നമ്മളായാലും സഹായിക്കും. അപ്പോൾ അതുപോലെ സഹായിച്ചത് അതുപോലെ കേട്ടത് കൊണ്ട് തന്നാലേ നമ്മൾ ആരുടെ പോയി വാങ്ങിക്കും എന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞ് ചോറെല്ലാം എടുത്ത് തറയിൽ തട്ടി. അന്ന് മുതൽ വീട്ടിൽ പ്രശ്നമായി. പിന്നെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വഴക്കും ചീത്തവിളിയും. കിണറ്റിൻ്റെ കരയിൽ ചെന്ന് 2 വീടും അടുത്തടുത്ത വീട് അതുപോലെയുള്ള വീട്. അപ്പം അവിടെ ചെന്ന് കിടന്ന് ചീത്തവിളിക്ക്. അവൻ്റെ ഭാര്യയ്ക്ക് കോഴിക്കോട് ജോലിയുണ്ട്. പിന്നെ അപ്പോൾ അവളെ ചെന്ന് ഫോൺ വിളിച്ചറിയിച്ച് പിന്നെ എൻ്റെ ഭാര്യ നിൻ്റെ ഭർത്താവിൻ്റെ കൂടിയാണ്, നീ വേണമെങ്കിൽ മര്യാദ വിലക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇറക്കി കൊണ്ടുവന്ന എൻ്റെ അന്ന് ഓണത്തിന് നല്ല കച്ചവടം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ചാക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ച് പിന്നെ മായ്ക്കാൻ പോവാൻ. അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ തെറ്റോ ശരിയോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ് ചാക്കു എടുത്തോണ്ട് നടയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി ഇത് ചെയ്താൽ പിടിപ്പിക്കുന്നത് ഞാനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പച്ച ഉള്ളതായാലും കുടിച്ചോണ്ട് നമുക്കുള്ളത് നമ്മൾ ഇതുവരെ ജീവിച്ചില്ലേ, അതുപോലെ ജീവിക്കാം. ഇനി പിടിപ്പിക്കണമെങ്കിൽ അത് ഞാനായിരിക്കുമെന്ന് ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞപ്പം പിന്നെ വാങ്ങിക്കാൻ പോയില്ല വീട്ടുകാർ. പിന്നെ എനിക്ക് 2 ആടും കുട്ടികളും എല്ലാം നിന്ന് എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിലൊരു മാല കിടന്ന് എല്ലാം കൂടി ഇതൊക്കെ പണയം വെച്ചും വിറ്റും പറക്കിയിട്ട് അങ്ങ് മുകളിൽ കുറച്ച് മഞ്ചളാകമെന്ന് പറഞ്ഞ് അതിൻ്റെ അടുപ്പിച്ച് ഒരു കട, നല്ല ഒരു കട, പുതിയ അവർ ഒരു കെട്ടിടം പണിത കട. ആ കടയിൽ ഞാൻ ചെന്ന് കേട്ട് അവർ എൻ്റെ പാവം കണ്ട് അവർ അച്ചട വാങ്ങിച്ച് തന്ന് അത് കട നല്ലതായിട്ട് നടത്തി. ബ്രിഡ്ജൊക്കെ മാർത്താണ്ഡത്ത് പോയി വാങ്ങിച്ച് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പള്ളിയിൽ ചെന്ന് പറഞ്ഞ് അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് കട ഉദ്ഘാടനം ചെയ്തു കൊടുത്ത് അവിടെ ചെന്നിരുന്ന് സിനിമയും കണ്ട് പടവും എല്ലാം കണ്ട് അവിടെ കുറച്ച് പയ്യന്മാരെ വിളിച്ച് കൂട്ടും കൂടി അവിടുത്തെ അഴുക്ക പടവും എല്ലാം കണ്ടും കൊണ്ട് നിൻ്റെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിൻ്റെ ഭാര്യ പിന്നെ തള്ളയെ മോള് ഒന്നുപോലെ ഇരിക്കുന്നു, മോളെ കണ്ട തള്ളയെ കാണണ്ട, തള്ളയെ കണ്ട മോളെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും. രാത്രിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ സംശയ രോഗം കയറി വന്ന് അവിടെ ഒരു ചാരായക്കാറിയുണ്ട്. ഞാൻ 1 മണിക്ക് ചോറ് കൊണ്ട് കൊടുക്കണമെങ്കിൽ 1:30 കൊണ്ട് കൊടുക്കണമെങ്കിൽ അവൾ 1 മണിക്ക് ചോറ് ചാരായ എല്ലാം പൊതിഞ്ഞ് ചാരായക്കാറി കൊണ്ടുവന്ന് നേരത്തെ കൊടുക്കും. ഈ ചോറ് ഞാൻ കൊണ്ടു കൊടുക്കണമെല്ലാം ഈ പാത്രത്തോടെ 4-5 കൂട്ടം ടിപ്പം പാത്രത്തിൽ വെച്ച് ഞാൻ പൊക്കിയാണ് ഞാൻ നെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ചോറ് കൊണ്ട് കൊടുക്കുമ്പം വലിച്ചെടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് ആ ചോറിൻ്റെ പുറത്ത് എന്നെ വലിച്ചെടുത്ത് ഇങ്ങനെ ഉന്തി എറിഞ്ഞിട്ട് അങ്ങനെ. എന്നാലും ഞാൻ പിന്നെ ഒരു വക പറയാതെ ചോറ് കൊണ്ട് കൊടുക്കും. ഒരിക്കൽ പെയ്യപ്പം അലമാരയിൽ ഒരുത്തി ഇങ്ങനെ കയറി ഇരുന്നിട്ട് എന്നോട് പറയണേ ചോറ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് അവളിങ്ങനെ ഇങ്ങനെ ഇതേപോലെ ഇരുന്നിട്ട് എൻ്റെ കൂടെ പറയണേ അത് നീ പിന്നെ നിൻ്റെ ഭർത്താവിന് കാല് സുഖമാവണമെങ്കിൽ നീ വേളാങ്കണ്ണി മാതാവിന് 200 ലെറ്ററായിട്ട് അടിച്ച് നീ റോട്ടിൽ വിതരണം ചെയ്യും, അപ്പോഴും നിൻ്റെ ഭർത്താവിൻ്റെ കാല് സുഖമാവുമെന്ന്. അവൾ പേർഷ്യയിലൊക്കെ ഇരുന്നിട്ട് വന്ന ഒരു ഹരിജനത്തിൽ ഉള്ള ഒരു സ്ത്രീയാണ് എൻ്റെ കൂടെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് പേർഷ്യയായിരുന്നു പണമെല്ലാം ഉണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് പുണ്യ കിട്ടും, നീ അങ്ങേക്ക് 200
കാർഡ് അടിച്ച് നീ റോട്ടിൽ വേറെണ്ണം ചെയ്, നിനക്ക് പുണ്യം കിട്ടും, നീ ചെയ്താന്ന് പറഞ്ഞ്. നിനക്ക് 100 പേരുണ്ടല്ല, നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ട, നിനക്ക് 1000 പേരുണ്ട്, അവയുണ്ട് ഇവയുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കിടന്ന് വിളിച്ചപ്പോൾ നീ അവളെ എന്തൊരു പറഞ്ഞെന്ന് കേട്ടും കൊണ്ട് അന്ന് കൊണ്ടുപോയ ചോറിനെ ഇവിടെ മേശപ്പുറത്ത് വെച്ചേനെ ഇങ്ങനെ എടുത്ത് റോട്ടിലെറിഞ്ഞ് ഇന്ന് വീട്ടിൽ നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഗ്യാസ് അടുപ്പിനെ എടുത്ത് കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് അവിടെ ഞാൻ കട്ടിൻ്റെ അടിയിൽ എൻ്റെ മക്കൾ പറഞ്ഞ് അമ്മ നിങ്ങൾ കരയാതെ കിടക്കി, പിന്നെ ഇന്ന് അച്ഛൻ വന്നാലും നിങ്ങളെ ഒന്നും ചെയ്യൂല, നിങ്ങൾ മിണ്ടാ കിടക്കി, ഇന്ന് നിങ്ങളിവിടെ കിടക്കണം, നമ്മളാരുമോ, നീ ഇന്ന് വീട്ടിൽ വന്നിന്നെ കൊന്നു കളയുമെന്ന് എൻ്റെ കൂടെ പറഞ്ഞു അവിടെ വെച്ച്. ഞാൻ പേടിച്ച് വീട്ടിൽ കിടക്കാതെ ഞാൻ കട്ടിൻ്റെ അടിയിൽ ഗ്യാസ് അടുപ്പ് കൊടുത്ത് സൈഡിൽ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ കിടന്ന് പിന്നെ എൻ്റെ പിള്ളേർ പരമ്പും എല്ലാം വെച്ച് മറച്ച് എന്നെ ഇട്ടിരുന്നു. അപ്പോഴേ എൻ്റെ 3 മക്കളും ദൈവത്തിന് ഒരാളിനും അറിയാം ഇങ്ങേരിക്കും ഒരിക്കലും മാപ്പ് കിട്ടൂല, യാത് കോടതി ചെന്നാലും ഇങ്ങേരിക്കും ഒരിക്കലും മാപ്പ് കിട്ടൂല, എൻ്റെ കോടതിയിൽ ഇങ്ങനെ ഞാൻ ശിക്ഷിക്കൂല്ലെങ്കിൽ. നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു വെട്ടുകൊത്തിയെടുത്ത് ഞാൻ വെച്ചോണ്ട് ഞാൻ തന്നെ കൊന്നിട്ട് ജയിലിൽ പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ അന്ന് മുതൽ വഴക്കായി കടയെ കൊണ്ട് മറ്റവക്ക് കൊടുത്ത് അവൾക്ക് ഈ ചാരക്കാർക്ക് കട അവക്ക് മൊത്തത്തിലേ കൊടുത്ത് എന്തരി 70 എത്രയായിരം രൂപയ്ക്ക് വിറ്റെന്നാണ് അവള് പറഞ്ഞത്, വിറ്റ് പൈസ കൊടുത്തതാണെന്ന്. അപ്പം ഇങ്ങേര് പറയുന്നത് എന്തരി അവള് തട്ടിയെടുത്തതെന്ന്, ഇപ്പം ചുമ്മാ കൊടുത്തതെന്നാണ് പറഞ്ഞത്. ഈ ഫ്രിഡ്ജും ഞാൻ കാസർഗോഡിൽ നിന്ന് കൊണ്ടുവന്ന മേശ ഇതെല്ലാം അവക്ക് കൊടുത്തിട്ട് അവള് പറഞ്ഞ് 77,000 രൂപയ്ക്ക് ഞാൻ വിറ്റ് ഞാൻ പൈസ കൊടുത്തതാണെന്ന്. ആ ഒരു പൈസ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എന്നിട്ട് എനിക്ക് തന്നിട്ടുമില്ല. അങ്ങനെ ഇരുന്ന് എൻ്റെ കൂടെ കടയും കൊടുത്തിട്ട് എൻ്റെ കൂടെ വന്നിരുന്നു പറയണം അത് മണി ഞാൻ കട കൊടുത്ത് കേട്ടാ, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് വന്ന് എൻ്റെ കൂടെ ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു കട കൊടുത്തെങ്കിൽ നന്നായി. പിന്നെ എന്തൊരു പറഞ്ഞാലും വീട്ടിൽ അടി ഉണ്ടാക്കിയാലും അടിച്ചാലും കൊന്നാലും ജീവിതത്തിൽ വഴക്കോ പിണക്കോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിണങ്ങാനൊന്നും എന്നെ കൊണ്ട് കഴിയുകയില്ല. അപ്പം കുറച്ച് കഴിയുമ്പം മിണ്ടും സ്നേഹമായിട്ടൊക്കെ അങ്ങ് ജീവിക്കും. കുടുംബമല്ലേ, പിള്ളേരല്ലേ, പെൺപിള്ളേരല്ലേ എന്ന് പറഞ്ഞ് എല്ലാം സഹിച്ച്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ എന്തൊരു ചെയ്തത് കട കൊടുത്തല്ല ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം അങ്ങനെ പറഞ്ഞ് പിറ്റന്നോട്ട് ഞാൻ വീടാൻ തോറും പാവിയിടാനും എല്ലാത്തിനും അങ്ങ് പോയി വൈകുന്നേരം ആകുമ്പം വന്ന് പിള്ളേർക്ക് വല്ലതും വിറകട്ടെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ മുറിയിൽ കിടന്നങ്ങ് ഉറങ്ങും. കാലത്തഴിച്ച് ഞാൻ പാവിയിടാനും വല്ലതിനും തോണ്ടിയേറ്റാനോ വല്ലതൊക്കെ ഞാൻ അങ്ങ് ദൂരെയൊക്കെ അങ്ങ് പോകും. അങ്ങ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം എല്ലാം വാരിക്കെട്ടിക്കൊണ്ട് പോയി, സ്ഥലത്തിൻ്റെ ആധാരം എല്ലായിടത്തും കൊണ്ട് അങ്ങ് പോയി. എന്നാലും ഇങ്ങനെ സ്വന്തം മക്കളോട് ഇങ്ങനെ പെരുമാറുന്ന ഒരാളിനെ വിശ്വസിച്ച് പിള്ളേരെ നിങ്ങൾ വിട്ടു. അപ്പം പിന്നെ ഒരാഴ്ച കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങേരി എല്ലാം മാറിക്കൊണ്ട് പോയി പിള്ളേർ ഒരെണ്ണം പോയൊന്നുമില്ല. പിള്ളേർ 3 പേരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇങ്ങേരെ അടുത്ത് ഇതുവരെ പോയിട്ടുമില്ല. ഇങ്ങേരെ കാണുന്നതേ ആ പിള്ളേർക്ക് വെറുപ്പാണ്. പിന്നെ അപ്പം അന്ന് മുതലല്ല പിള്ളേർക്ക് പണ്ടേ 3 പിള്ളേർക്കും ഇങ്ങേരെ വെറുപ്പാണ്. എന്നിട്ട് ഈ കട ഇട്ടിരുന്നപ്പോൾ ഒരു ദിവസം പഴക്കൊല കടയിൽ ഉറയിൽ കൊടുത്തത് പഴുക്കാൻ താമസിച്ചെന്നും പറഞ്ഞ് ഇങ്ങേരി ചാച്ചിയുടെ മോനെ വിളിക്കാൻ വന്നപ്പം പിന്നെ അവൻ എടുത്തോണ്ട് വന്ന് കൊടുത്ത്, ഷാജി നീ എടുത്തോണ്ട് വാ പഴക്കൊല പാപ്പേര കടയിൽ ഉറയിലിട്ടിക്കണമെന്ന് പറഞ്ഞ് അവൻ എടുത്തോണ്ട് കൊടുത്തപ്പോൾ നീ ഇത്രയും ദിവസം എൻ്റെ കൂടെ നീ പാപ്പ പറഞ്ഞിട്ട് നീ പറഞ്ഞില്ല, കൊല പഴുത്ത് കിടന്ന് നീ എന്നും പറഞ്ഞുകൊണ്ട് ഈ പഴുത്ത് 2 കായറ്റ ഇണുന്ന കായനെ എടുത്തോണ്ട് വന്ന് ഒരു പാലും എല്ലാം കൂടി എടുത്തോണ്ട് വന്ന് എൻ്റെ തലമണ്ടയ്ക്ക് ഞാൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കണം. എൻ്റെ വീട്ടിലൊരു പെണ്ണ് നൂലിയിറ്റാൻ വരും. അപ്പോൾ ആ പെണ്ണ് നൂലിയിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ കസേരയിൽ ഇരുന്ന ഞാൻ നിനക്ക് പിന്നെ എൻ്റെ വകയും എൻ്റെ സ്വന്തം എല്ലാം പിന്നെ കടയും എല്ലാം തുലച്ചിട്ട് നിനക്ക് 100 പേരോട് പോണോടി എന്നും കാട്ടും കൊണ്ട് ഈ കൊലയും എല്ലാം കൂടി കൊണ്ടുവന്ന് എൻ്റെ തലയിൽ എറിഞ്ഞ് ഞാൻ കസേരയോടെ വന്ന് വീഴുന്നു എന്നെ അടിച്ച് തലമുടി ഇങ്ങനെ ചുറ്റി പിടിച്ച് എന്നെ ചുവരിൽ കൊണ്ടുവന്ന് അടിച്ച് എൻ്റെ തലയിൽ ഇപ്പോഴത്തെ ഇത്ര കെട്ട് തലയിൽ ഇവിടം പൊട്ടി ഇത്ര വട്ടാരത്തിൽ എൻ്റെ വീട്ടിൻ്റെ ചുവരിൽ ഇത്ര വട്ടാരത്തിൽ കിടക്കണ പൊട്ടി ചോര വന്നത്. എന്നിട്ട് തയ്യലുതണ്ടേ ഇവിടെ പൊട്ടിയത്. എന്നിട്ട് ഇവിടെ നിന്ന് കട്ടിൽ കിടന്ന ഞാൻ തറയിൽ കാല് വഴിയെ വലിച്ച് നിരക്കി ഇവിടെ വരെ കൊണ്ടെറിഞ്ഞപ്പം പിന്നെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ അവിടെ എല്ലാം ചോര വിഴുന്ന് കിടന്ന്. അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്കന് അവനാണ് തൂത്ത് എല്ലാം വെള്ളം ഒഴിച്ച് കഴുകിയിട്ടപ്പോൾ എൻ്റെ പിള്ളേർ പേടിച്ച് മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നു. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്നെയും കൂടി ജയിലിലാക്കണോടിയേ, നിനക്ക് എന്നെയും കൂടി ജയിലിലാക്കണോ, നിൻ്റെ മക്കൾ കിടന്ന് അതാ വിളിക്കണു
എന്ന് പറഞ്ഞ് കാപ്പിപ്പൊടിയും മൂക്കുപൊടിയും കൂടി വാരി എൻ്റെ തലയിൽ അടച്ചു വെച്ചിട്ട് പിള്ളേരെ എല്ലാവരും ഷാളിനെയും വലിച്ചു കീറി കെട്ടി. എന്നിട്ട് തോർത്തും എല്ലാം എടുത്ത് കെട്ടിയിട്ട് ബ്ലഡ് നിൽക്കാതെ കൊടുക്കാം. അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് മറ്റേ പഴവും എല്ലാം കൂടി ബ്രാൻഡി കച്ചവടം തുടങ്ങിയെന്ന് പറഞ്ഞില്ല, അവിടെ ഉള്ള ആ പെണ്ണ് ഒരു ഓട്ടോ വിളിച്ച് പിന്നെ കൊണ്ടുവന്ന് ആ വീട്ടിലുള്ള ചെറുക്കനും കൂടെ എന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പം തല എല്ലാം ആ ഡോക്ടർ ചോദിച്ചു എന്തൊരു പറ്റി തലയിലെന്ന്. അപ്പോഴാണ് പറഞ്ഞേ അത് തല ഇറങ്ങി വീഴുന്ന് തല പൊട്ടിയതെന്ന്. കട്ടിൽ കിടന്നെടുത്ത് തല ഇറങ്ങി വീണ് തല പൊട്ടിയതെന്ന്. അപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയിട്ടപ്പം ഞാൻ പറഞ്ഞ് അത് എന്നെ അടിച്ചു കൊണ്ടുവന്നതെന്ന്. 300 രൂപ കൂടുതൽ വാങ്ങിച്ചു ഡോക്ടറെ. ഇങ്ങേരുടെ 300 രൂപ അടിച്ചതിന് വേണ്ടിയിട്ട് 300 രൂപ കൂടുതൽ വാങ്ങിച്ച്. 300 രൂപ കൂടുതൽ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ കടയിൽ പോയി. ഞാൻ എന്തര ചെയ്ത് പിള്ളേർ ആ ചെറുക്കൻ വന്ന് ചോറൊക്കെ വെച്ച് ചേച്ചിയുടെ മോൻ 2 പേരും തിന്ന് എൻ്റെ മക്കളും കൂടെ സഹകരിച്ച് ചോറൊക്കെ വെച്ച് തിന്ന്. പിറ്റേന്ന് തൊട്ട് ഇങ്ങേരെ ഇറങ്ങിപ്പോയി. ഇതെല്ലാം വാരി കെട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയി ആണ്. പിന്നെ ആളിനെയും കടയും കൊടുത്തിട്ട് ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു. 1 വർഷത്തോളം എവിടെ ചെന്ന് കിടന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പം നമ്മളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആയുർവേദ ഒരുത്തൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്ന ഒരു കഷായ കട ഇട്ടിക്കുന്ന ഒരുത്തൻ. അവനും പെണ്ണും കെട്ടാതെ മക്കളും ഒന്നുമില്ല, അവന് കുടുംബമൊന്നുമില്ല. 10-40 വയസ്സായിട്ടും പെണ്ണ് കെട്ടാതെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് കിടക്കണ ഒരു വൃത്തികെട്ട ഒരുത്തൻ. അവൻ്റെ കൂടെ ആ കടയിൽ കൂടി പിന്നെ ഇവനും കൂടെ കച്ചവടം തുടങ്ങി. അവൻ വീടാൻ തോറും മരുന്ന് കച്ചവടവും അവൻ അവിടെ ഇരുന്ന് കച്ചവടവും കൊണ്ടു കടന്ന് വിറ്റ് എൻ്റെ ഏരിയ മുഴുവനും പറയണം അവളഴുക്ക അവള് അവൻ്റെ കൂടിയാണ് ഇവൻ്റെ കൂടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മരുന്ന് വിറ്റ് എൻ്റെ ഏരിയ കൂടെ പറഞ്ഞുകൊണ്ട് നടക്കണത്. എല്ലാ ഒരു വീട്ടിൽ എൻ്റെ ബന്ധുക്കളെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി ഇങ്ങനെ തല പറഞ്ഞുകൊണ്ട് നടക്കണത്. അങ്ങനെ പറഞ്ഞ് നടന്നിട്ട് കുറേ കാലം ആയപ്പം ആ ആയുർവേദ ആശുപത്രി സംഭവങ്ങളൊക്കെ പലതും നടന്നിട്ടും പുഷ്പയുടെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടില് എൻ്റെ അമ്മയ്ക്ക് മാനസികമായിട്ട് അവർക്ക് സുഖമില്ലാത്തത്. പിന്നെ എൻ്റെ ചാച്ചിമാർക്കും അവയ്ക്കും എല്ലാം അറിയാം ഞാൻ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നത്. ഇങ്ങനെ ഒരു കേസിൽ ഇപ്പം വന്ന് ഞാൻ പെടുവെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ സാധാരണ ഒരു കറുത്ത പാൻറ്റും ഒരു നീല കളർ പോലത്തെ ഒരു ഷർട്ട് ഇട്ടും കൊണ്ട് ഒരു ബുക്കും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ച് പിന്നെ എന്തുവന്ന് അതിനും കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരാൾ വന്ന് അത് നിൻ്റെ ഭർത്താവ് വരക്കമുണ്ടാ പിന്നെ എനിക്ക് കുറച്ച് തൈലം വേണമായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെ കുറച്ച് തൈലമാണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങേര് ഇവിടെ വരെയൊന്നുമില്ല, വന്നിട്ട് വർഷങ്ങളോളായല്ല, പിന്നെ എങ്ങനെ വരണേന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും തൈലമൊന്നും കൊണ്ടുവയ്ക്കൂലെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങ് പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങേരി ഒരു ബുക്കും കൊണ്ട് ഒരാൾ വന്നപ്പം ഞാൻ കസേരയൊക്കെ ഇട്ട് കൊടുത്ത് ചായ എടുത്തോ ചോദിച്ചു. അപ്പം പറഞ്ഞു വേണ്ട മക്കൾ ഇരി എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി പ്രായമായ ഒരു മനുഷ്യനാണ്. അപ്പം നമ്മൾ പ്രായമായവരെ എങ്ങനെ സംശയിക്കണേ എന്ന് വിചാരിച്ച് ഞാൻ കസേരയിൽ ഇരിക്കാൻ എൻ്റെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങേര് വന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു അത് നിൻ്റെ ഭർത്താവ് എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങേര് ഇവിടെ നിന്ന് പോയിട്ട് വർഷങ്ങളോളം ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പം പറഞ്ഞ് പിള്ളേർക്കൊന്നും കൊടുക്കില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇതേലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പറഞ്ഞ് അത് നിൻ്റെ ഭർത്താവ് എവിടെ എന്ന് നിനക്ക് അറിഞ്ഞുകൂടി എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അത് പിന്നെ തനുചേർത്ത് അതൊരു ആയുർവേദ കടയിൽ നിൽക്കണ് ഇതുപോലെ വീടുകളിൽ തൈലമൊക്കെ കൊണ്ടു കിടന്ന് വിൽക്കണമെന്ന് പറയണ കേട്ട് എന്ന് ഞാൻ ഇതേലെ പറഞ്ഞപ്പം പറഞ്ഞു അത് പിന്നെ അവിടെ തന്നെ ഉണ്ടാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ കാണുമെന്ന് തോന്നണ്, അത് അവനെ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 6 സെൻറ്റിൻ്റെ ആധാരം കൂടി ഇങ്ങേര് കൊണ്ടുപോയി ഇങ്ങേരെ നാട്ടിൽ അങ്ങ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ഇത് കാണിച്ചാണ് ഇങ്ങേര് പെണ്ണന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോഴേ എനിക്ക് ഇത്ര സെൻറ്റ് സ്ഥലമുണ്ട് വീടുണ്ട് എന്ന് പറഞ്ഞ് സ്ഥലം കാണിച്ച് പെണ്ണന്വേഷിക്കുന്നത് ഇങ്ങേരെ മച്ചമ്പിക്കാരൻ വിളിക്കുമ്പോൾ വിളിച്ച് എൻ്റെ കൂടെ പറയും. അവിടുത്തെ കാര്യം ഇവരെ കുടുംബക്കാരെല്ലാം എൻ്റെ കൂടെ നല്ല കാര്യമാണ്. മച്ചമ്പിക്കാരനും എല്ലാവരും നല്ല സ്നേഹമാണ്. അവരൊക്കെ എന്തെങ്കിലും അപ്പോഴപ്പോഴുണ്ടെങ്കിലും എൻ്റെ കൂടെ പറയും. അപ്പോൾ എൻ്റെ കൂടെ ഇതുപോലെ അവൻ വിളിച്ച് ഇതുപോലെ പറഞ്ഞപ്പം ഞാൻ എന്തരേത് എൻ്റെ കൊച്ചുങ്ങളെ കാര്യവും കഷ്ടത്തിലായി എന്ന് ഞാൻ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇങ്ങേര് വരണത്. അപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ നിനക്ക് അവിടെ നിന്ന് അവനെ കിട്ടുകയാണെങ്കിൽ നിനക്ക് ഈ സ്ഥലത്തിൻ്റെ ആധാരം നിനക്ക് വാങ്ങിച്ചു തരാം. ഒരു ദൈവം വന്ന് പറയും പോലെ എൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പറയണം. ഇങ്ങനെ ആരെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ കേസിൽ പിടിച്ചോണ്ട് പോയി അതിന് മാസം തോറും ഒപ്പിടാനും തരണോ സ്റ്റേഷനിൽ പോകണം. അതിന് പോവാതെ ഇരുന്നത് കൊണ്ട് വന്ന പോലീസുകാർ അന്വേഷിച്ച് വന്നതാണ് പിടിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നത്. അപ്പം ഇങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് ആ സ്ഥലത്തിൻ്റെ ആധാരം എൻ്റെ കൂടെ വന്ന് പറഞ്ഞ് അത് നീ അവിടെ ചെന്ന് വാങ്ങിച്ചാൽ മതി, തന്നില്ലെങ്കിൽ നീ എന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ്
ഞാൻ പോയപ്പം അത് അയാൾ തരുകയും ചെയ്ത്. ഞാൻ ഇറക്കാനെന്നും പറഞ്ഞുകൊണ്ട് പോയി ചോദിച്ചപ്പം അത് അങ്ങേര് തരുകയും ചെയ്ത്. അങ്ങേര് ഒന്നും പറഞ്ഞില്ല, തന്ന് അങ്ങേര് ഈ വൈദ്യേ ഈ മെയിൻ ഇവിടെ നെല്ലാം എടുത്തോണ്ട് അവന്റെ അടുത്താണ് കൊണ്ട് വെച്ചിരിക്കണത്. സൂട്ട് കേസോടും കൂടി ടോർച്ച് അത് ഇതെല്ലാം വാരിക്കൊണ്ട് അവന്റെ അടുത്താണ് കൊണ്ട് വെച്ചിരിക്കണേ. അപ്പം പിന്നെ അയാൾ ഇതേപോലെ എടുത്ത് തന്ന് ഞാൻ ഇനി വാങ്ങിച്ചോണ്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറക്കാനെന്നും പറഞ്ഞ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേ. ഇങ്ങനെ ഒരു വാക്ക് കിടന്നതുകൊണ്ട്, ഇങ്ങനെയുള്ള ഒരു സംശയ രീതി മനസ്സിൽ കിടന്നതുകൊണ്ട് 1.5 വർഷം ഇങ്ങനെ ജയിലിൽ കിടന്നിട്ട് ഞാൻ പോയി നോക്കിയില്ല, ഇറക്കിയില്ല. അത് ചിലപ്പോൾ ഞാൻ ചെയ്തത് പാവമൊന്നും എനിക്കറിയില്ല. ഞാൻ പോയില്ല, ഇറക്കിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് തലയ്ക്ക് സുഖമില്ല കിടക്കണ എൻ്റെ അമ്മ ഒരു ദിവസം പോയി നോക്കി. ഞാൻ എൻ്റെ അമ്മയെ വഴക്കും പറഞ്ഞ് നിങ്ങളെന്തിന് പെയ്യെന്ന്. എൻ്റെ അമ്മയല്ലേ, നിങ്ങളെന്തിന് ആളുകളെ വിട്ട് ഈ സംശയരോഗം വെച്ച് ഒരിക്കൽ ഇറക്കിയില്ലേ. അവൻ്റെ കൂടെ ഒരു 100 ഒപ്പ് ആളിനെ വിട്ട് അവനെ ഇറക്കി കൊണ്ടുവരാൻ കാല് പിടിച്ച് തൊഴുത് പറഞ്ഞ് ജയിലിൽ കിടന്ന് ആളിനെ വിട്ടയച്ച് അവൻ പോയില്ല. എന്നുവെച്ചാൽ ഒരിക്കൽ നമ്മളൊരു ഉപകാരം ഒരു മനുഷ്യന് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ രണ്ടാമത് വരണേ. അതുകൊണ്ട് ഒരിക്കലും അവർ പോയില്ല. 1.5 വർഷം ഇങ്ങനെ ജയിലിൽ കിടന്നു, ഈ പൂജപ്പുര സെൻറ്റർ ജയിലിൽ 1.5 വർഷം കിടന്നിട്ട് ഒരു മനുഷ്യർ ഞാനും പോയി തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആരും ഇറക്കിയില്ല. 1.5 വർഷം കഴിഞ്ഞപ്പം 2 പോലീസുകാരന്മാരെ പറഞ്ഞു വിട്ട് അത് അവൾ അഴുക്കയാണ്, അവളെ വീട്ടിൽ നീ പോ പിന്നെ എന്ന് പറഞ്ഞ് ഈ കടയിൽ വരണ ആണുങ്ങളെല്ലാം ഇതുപോലെ പറഞ്ഞു വിടും. അവളെ വൃത്തികെട്ട സ്ത്രീയാണ്, അവൾ അഴുക്കയാണ്, നീ അവിടെ പോന്ന് പറഞ്ഞ് ഞാൻ ഇതേപോലെ കട്ടിൽ കിടന്ന എൻ്റെ അടുത്ത് വന്നിരിക്കുവാമാരി അങ്ങനെ വരെ ഇവൻ പറഞ്ഞു വിട്ടതാണ്. കട്ടില് ഒരു ഹോളിലാണ് കട്ടില് കിടക്കുന്നത്. അപ്പൊ ഈ കട്ടില് ഞാൻ കിടക്കുമ്പം നീ മുറുക്കാൻ കടയിൽ ചെന്നിരുന്നപ്പോഴേ മുകളിലും കടയിട്ടിരുന്നു. ആ കടയിലിരുന്ന് അവിടെ വരണ ആളുകളെ വരെ പറഞ്ഞു വിടും. അങ്ങനെ ഇരുന്ന് ജയിലിൽ പെയ്യപ്പം 2 പോലീസുകാർ വന്ന് എൻ്റെ കൂടെ പറയണേ, അത് നിന്റെ ഭർത്താവ് പിന്നെ ഇതല്ല ജയിലിൽ കിടക്കണം, നീ അറിഞ്ഞില്ലേ, നീ ഇറക്കാത്തത് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് ജയിലിൽ കിടക്കണത് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഞാൻ ഇതുപോലെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് ഞാൻ പിടിച്ചോണ്ട് പോയി. അതും എല്ലാം ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇത്ര വർഷമായി ഇവിടെ നിന്ന് പോയിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അത് സംസ് നിൻ്റെ കയ്യിൽ തന്നില്ലേ, അത് നീ കൊടുക്കാത്തത് ഞാൻ പറഞ്ഞു ഞാൻ സംസ് ഇതുവരെ കണ്ടിട്ടുമില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. അതുമല്ല എന്തൊരു ഒരു പേപ്പർ തുണ്ട് ഒരാൾ തന്നിരുന്നാലും അത് എൻ്റെ കൊച്ചുങ്ങളെ വായിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെ നേരെ വായിക്കാനും ഒന്നിനും അങ്ങനെ അറിഞ്ഞൂടാ. അവർ എന്നെ ഒപ്പിടുന്നതും അഡ്രസ്സ് എഴുതുന്നതും വായിക്കുന്നതും എല്ലാം എൻ്റെ പിള്ളേരെ എനിക്ക് പോരല്ലെങ്കിലും എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പോലും ഇങ്ങനെ 1 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. എൻ്റെ മക്കൾക്ക് നേരെ ഒരു തുണി പോലും ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് അറിഞ്ഞിട്ടില്ല. 1 രൂപ എൻ്റെ കൊച്ചിന് ഫീസ് കൊടുത്ത് ഇങ്ങനെ അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇത്രയും കാലമായിട്ട് എൻ്റെ 3 മക്കളെയും വിളിച്ച് കേട്ടാൽ അറിയാം, അവർ വേണമെങ്കിലും വന്ന് പറയും. ഇതുവരെ 1 രൂപ എൻ്റെ പിള്ളേർക്ക് പഠിക്കാനോ ഒരു വക കൊടുത്തിട്ടില്ല. 11 വർഷമായി പോയിട്ട് 11 വർഷമായി ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് 2 കാലും തളർന്ന് പെയ്യിട്ട് 11 വർഷമായി ഇന്ന് വരെ ആയിട്ട്. പിന്നെ എൻ്റെ മൂത്ത കൊച്ചിന് കല്യാണം വന്നപ്പോഴേ 2 പവൻ തരാമെന്ന്, ഞാൻ 2 പവൻ തരാം, നീ അത് 2 പവനും അവന് വാക്ക് കൊടുന്നു. 2 പവനും കൊടുക്കാമെന്നും പറഞ്ഞ് വിളിച്ചവൻ 1 രൂപ കൊടുത്ത് 10,000 രൂപ കല്യാണത്തിനും ഒരാഴ്ചയ്ക്ക് മുമ്പേറ്റ് എൻ്റെ 2ാമത്തെ മോളെ കയ്യിൽ ബാലാരത്ത് വെച്ച് കൊടുത്ത്. ബാലാരത്ത് അവളെ വിളിച്ച് നിൻ്റെ തള്ളേരയിൽ നിൻ്റെ തള്ളയ്ക്ക് ഞാൻ വേല ചെയ്യണ 10 പൈസ തിന്നൂല്ല, നിൻ്റെ തള്ള തിന്നൂല്ല എന്ന് പറഞ്ഞ് 10,000 രൂപ അവളെ കയ്യിൽ കൊടുത്ത് വിട്ട്. അത് 10,000 രൂപ ഒരു മലക്കറി പോലും വാങ്ങിക്കാനില്ലായിരുന്നു. എന്നിട്ട് കല്യാണത്തിൻ്റെ തലേദിവസം രാത്രി വന്ന് പിന്നെ നിന്നിട്ട് എല്ലാ ആളുകളും പൈസകൾ എല്ലാം നേരെ നടയിൽ നിന്ന് വാങ്ങിച്ചു ഇറക്കിയിട്ട് ഈ കല്യാണം എല്ലാം നടത്തി എന്നെ വലിപ്പിച്ച് പൈസ എല്ലാം വാരിക്കെട്ടി എൻ്റെ പിള്ളേർക്ക് പോലും 1 രൂപ യാത്ര കേട്ടപ്പം കൊടുക്കാതെ എല്ലാം വാരിക്കൊണ്ട് പോയി. എല്ലാം വാരിക്കൊണ്ട് ആ പോക്ക് അടുക്കള കാണാൻ പോയിട്ട് എൻ്റെ മോളെ വീടെല്ലാം കണ്ടപ്പം നിൽക്കപ്പുറതിയില്ല, അത് അസൂയ ഉണ്ട്, അതോടും കൂടി പെയ്യിട്ട് പിന്നെ ഞാൻ കാണുന്നത് ഇപ്പഴി. ഇത്രയും വർഷമായിട്ട് ഞാൻ കാണുന്ന എൻ്റെ കൊച്ച് എൻ്റെ മോളെ അയച്ച് ഒരെണ്ണം പ്രസവിച്ച് എന്നിട്ട് അടുത്തുള്ള കടയിലൊക്കെ പറഞ്ഞിട്ട് പോണേ ഇവള് ഒരു കല്യാണം നടത്തി, ഇനി അടുത്ത കല്യാണം ഇവള് നടത്തണ കാണണമെന്ന്. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം അടുത്ത് നടത്തേണ്ടി വന്നില്ല, എൻ്റെ മോളെ അവൻ്റെ കൂടി ഇറങ്ങിപ്പോയി. 9 മാസമായി പറഞ്ഞിട്ട് പയ്യ അത് ഡോക്ടർ ആയാലും നിനക്ക് നാശം തന്നെ ഇന്ന് മുതൽ ആക്കി. എന്നിട്ട് എവിടെ കാസർഗോഡ് എവിടെ 10 സെൻറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കണേ, നീ അവിടെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതല്ല പറ, ഞാൻ ഒരു പെണ്ണ് കെട്ടി എൻ്റെ ഭാര്യ ഭയങ്കര മോശമാണ്, അതുകൊണ്ട് നിനക്ക് ഈ 10 സെൻറ്റും കാസർഗോഡുള്ള വേണമെങ്കിൽ നീ ഏതെങ്കിലും സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പം ഇവൻ അവിടെ വിളിക്കുമെന്ന്. അവിടെ പോലീസുകാർ വിളിച്ച്
പിന്നെ ഇത് പിള്ളേരൊക്കെ അവകാശപ്പെട്ടതെന്ന് പറഞ്ഞ് കിട്ടും, ചെന്ന് വാങ്ങിക്കാം. എന്നെ അങ്ങനെയും കൂടെ എന്നെ ചതിക്കുഴിയിലാക്കാൻ വേണ്ടി എഴുതി കൊടുത്തയച്ചു വീട്ടിൽ. എനിക്ക് വസ്തുവും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എവിടെയെങ്കിലും പോയി എനിക്ക് ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നാണ് ഞാൻ പറയണേ. എന്നെ ജീവിക്കാൻ ഇപ്പൊ എന്നിട്ട് എൻ്റെ കൂടെ പറയുന്നത് വില്ലുക്കറിയിൽ 3 സെന്റ് വാങ്ങിച്ച് അവിടെ വീട് വെച്ചിക്കണ്. പിന്നെ കാസർഗോഡ് 10 സെന്റ് വാങ്ങിച്ച് അവിടെ കിടക്കണ്. എനിക്ക് ഇതുവരെ ഒന്നും തന്നിട്ടുമില്ല. 11 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ കൊച്ചുങ്ങൾ ഇതാ പഠിക്കണം. മൂത്തവള് +2 ഒക്കെ പഠിച്ച്, അത് IT പഠിച്ച് എറണാകുളത്ത് അവൾക്ക് ഒരു ജോലിയായപ്പോഴാണ് കല്യാണമായത്. പിന്നെ അത് എനിക്ക് 8 സെന്റ് എൻ്റെ വീട്ടിലുള്ളവർ തന്നതാണ് അവൾക്ക് ഞാൻ എഴുതി കൊടുത്തത്. എനിക്ക് എൻ്റെ വീട്ടിൽ എഴുതി തന്നത് 6 സെന്റ് തന്നെ. ഈ ഉരുപ്പടി കൊടുത്ത് വാങ്ങിച്ച സെന്റ്, ഈ സെന്റ് ഈ പാർശ്യ 3 വർഷം ഇരുന്ന് ഈ ഉരുപ്പടി കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ 6 സെന്റ്. 16 പവൻ കൊടുത്ത് വാങ്ങിച്ചത് 6 സെന്റ്. ഇങ്ങനെ സമ്പാദ്യം ഇങ്ങനെ ജനിച്ച് അന്ന് മുതൽ ഈ 3 കൊച്ചുങ്ങൾക്ക് 1 രൂപ കൊടുത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു നേരത്തെ ആഹാരം കൊടുത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ 24 മണിക്കൂർ നെയ്ത് പറക്കി എല്ലാം ഞാൻ ചാവാതെ ചത്ത്. എൻ്റെ കൊച്ച് മൂത്തവള് 7ൽ പഠിച്ചപ്പം പെയ്യതാണ് ഇവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി പെയ്യത് എൻ്റെ മൂത്ത കൊച്ച് 7ൽ പഠിച്ചപ്പോഴേ. പിന്നെ എല്ലാ കഷ്ടവും ഞാൻ അനുഭവിച്ച് അതുകൊണ്ട് ഞാൻ പറയണേ, എനിക്കിനി അനുഭവിക്കാൻ ഒരു വേദനയില്ല. എനിക്കിനി ഡൈവോഴ്സ് തന്നെ. ഇതിനപ്പുറം എനിക്ക് ഒരു വാക്കുമില്ല പറയാൻ. ഇനി എനിക്ക് ചെയ്യാൻ ഒരു പരിധിയില്ല. എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിച്ചോ. പിന്നെ വസ്തു 3 സെന്റ് അയാളെ പേരിലിരിക്കുന്നു. അത് ഒന്നീ പിള്ളേരെ പേരിൽ. ഇനി ഒരു കൊച്ചുണ്ട്, അവൾക്ക് 17 വയസ്സായി, +1 പഠിക്കുന്നു. അവൾക്ക് എഴുതി കൊടുത്താലും മതി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി എനിക്ക് ഒന്നും പറയാനില്ല ഇതിൽ കൂടുതൽ. ഇനി എന്താണ്? എനിക്കൊന്നും പറയാനില്ല മാഡം. ഇനി നിങ്ങളുടെ ഇത് എങ്ങനെയാണ്, എനിക്ക് എൻ്റെ ഭാര്യ മക്കളോടും ജീവിക്കണം എന്നും ഞാൻ തയ്യാറാണ്. അയാൾ പറയുന്നത് ഇപ്പൊ അയാളെ കൂടെ പോയി താമസിക്കണം. എനിക്ക് ഒരിടവും പോയി താമസിക്കാൻ വയ്യ. എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ല, ഈ 11 വർഷം വരെ ഞാൻ ജീവിച്ചല്ല. ഇതുപോലെ തന്നെ ഇനിയും ജീവിക്കണം. ഭാര്യ അടിച്ചിട്ട് മറ്റേ തലപൊട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൊലയുടെ പ്രശ്നത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞ് എൻ്റെ സ്വപ്നം വലിച്ചു കയറി അതിങ്ങനെ ഞാൻ തള്ളിയപ്പോൾ ഷോക്കേസിൽ അടിച്ചെന്ന് പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. ഷോക്കേസിൽ വെളുപ്പില്ല മൂല അതിനെപ്പറ്റി എന്നെ പിടിച്ച് തലയിൽ ചുറ്റി പിടിച്ച് അടിച്ച്, തലയിൽ ചുറ്റി ഇങ്ങനെ പിടിച്ച് എന്റെ ചവറിൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഷർട്ട് നിങ്ങളെ പിടിച്ചെന്ന് പറഞ്ഞു, തലയിൽ ചുറ്റി പിടിച്ച് അടിച്ചു. ഷോക്കേസിന്റെ താഴെയാണ് ഇല്ല സാറേ ഈ അടിച്ചത്. ഒരു സ്ത്രീയെ ഇതുപോലെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചാൽ അത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാവോ? എത്ര കൊല്ലം കഴിഞ്ഞാലും. അത് ശരിയാ, അത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ. ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണ്ടല്ലേ? ഒറ്റ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ സംസാരിക്കാൻ പോലും വിടില്ല.